വസന്തത്തിന്റെ കാലൊച്ച കേട്ടു തുടങ്ങി. മണ്ണും വിണ്ണും ആനന്ദത്തിലാണ്. മുഹിബ്ബീങ്ങൾ സ്വലാത്തിന്റെ കൂമ്പാരം പണിയുന്ന തിരക്കിലാണ്. ആശിഖീങ്ങൾ പ്രേമഭാജനത്തിന്റെ ദിനരാത്രങ്ങളെ കാത്ത് കണ്ണിമ ചിമ്മാതെ കാത്തിരിപ്പാണ്. മാദ്ഹീങ്ങൾ മദ്ഹ് പാടി ഹബീബോരെ വാഴ്ത്തുന്ന തിരക്കിലാണ്. യാ റബിയ, സ്നേഹ സൗപർണികമാം മുത്തു ഹബീബിൻ ജന്മം കൊണ്ട് അനുഗ്രഹീത മാസമല്ലോ നീ. അനന്തമായ അനുരാഗത്തിന്റെ നിലയ്ക്കാത്ത പ്രവാഹം, കാരുണ്യക്കടൽ, വസന്തത്തിന്റെ വസന്തോത്സവം, ഈ ലോകത്തിന്റെ സൃഷ്ടിപ്പിന് തന്നെ കാരണക്കാരായവർ. ആ പുണ്യവസന്തം പിറവികൊണ്ടിട്ട് 1500 ആണ്ട്. അമ്പരാന്തരങ്ങളിൽ അനുരാഗ പൂന്തേൻ നിറഞ്ഞൊഴുകുകയാണ്. പുണ്യവസന്തം വരുന്നു. പൂവിട്ടതും പരിമളം പടർത്തിയതും നീ തന്നെയാണ് റബിയ. നിന്റെ വരവുകൾ പ്രതീക്ഷിച്ച് ഓർമ്മകൾ ഇന്നും ഒരു വസന്തമായി പൂത്തുലഞ്ഞു നിൽക്കുന്നുണ്ട്. യാ റബിയ, നീ എത്ര പ്രിയപ്പെട്ടതാണെന്ന് ഓർമ്മിപ്പിക്കും വിധം കാത്തിരിപ്പിലാണ് ആശിഖീങ്ങൾ. ഒരു പൂക്കാലത്തിനും പകരം തരാൻ കഴിയാത്ത ആ വസന്ത കുസ്മിത സുഗന്ധ സുരഭില സുന്ദര സുദിനത്തെ കാത്തിരിപ്പാണ് ആശിഖീങ്ങൾ. റബീഇൻ സുഗന്ധം അലയടിക്കുന്നു. അനുരാഗികൾ ആവേശത്തിലാണ്. ആശിഖീങ്ങൾ ആമോദത്തിലാണ്. മുഹിബ്ബീങ്ങൾ ആനന്ദത്തിലാണ്. അന്ധകാരത്തിന്റെ അജ്ഞതയിലേക്ക് മൃദത്വത്തിന്റെ ഭാഷ കൊണ്ട് വിജ്ഞാനമെന്ന സൗധം തീർത്ത വിശ്വപ്രവാചകർ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500 ആണ്ട് നമ്മിലേക്ക് സമാഗതമാവുകയാണ്. ചരിത്രത്തിന്റെ ഗതി തിരുത്തിയ പ്രഥമ വസന്തം വെണ്ണിൽ വർണ്ണങ്ങൾ വാരിവിതറി മാനവ മനതാരിൽ മാരിവില്ല് തീർത്ത് മധുവൂറും ചിന്തകൾ ചേർത്ത് വസന്തത്തിന്റെ പൊൻപുലരിയെ കാത്തിരിക്കുകയാണ് ആശിഖീങ്ങൾ. എഴുതിയാൽ തീരാത്ത വരികളും പറഞ്ഞാൽ തീരാത്ത വാക്കുകളും എന്നും കേൾക്കാൻ കൊതിക്കുന്ന നാമവും അതെ, മുത്തു ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ തിരുപ്പിറവിയെ വരവേൽക്കാൻ വെമ്പൽ കൊള്ളുകയാണ്. മർഹബ, അഹ്ലം വസ്സഹ്ല.